എന്തായി കാണിക്കുന്നേ? നിങ്ങൾ ആരാ? എന്താ പേര് മേലുല്ലാസം വേണം എനിക്ക്? എന്ത് തോന്നിയാസം കാണിക്കുന്നേ? തോന്നിവാസം കാണിക്കുന്ന ഞാനാണോ? കെട്ടിച്ചയക്കാൻ പ്രായമായ പെമ്പിള്ളയുടെ തൊലി വെളുപ്പം പ്രദർശിപ്പിച്ച് തോന്നിവാസത്തിന് കൊണ്ട് നടക്കുന്ന ഒരു തണ്ട. മര്യാദയ്ക്ക് സംസാരിക്കണം. അഴിഞ്ഞാട്ടമൊന്നുമില്ലാതെ നടക്കുന്നത് സൗന്ദര്യ മത്സരമാ. ഓഹോ, അത് ഞാൻ അറിഞ്ഞില്ല. സേതുട്ടാ, ഇതിനാണോ ആരോടും പറയാതെ പിള്ളേരെയും കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടത്? വസുന്ധരയിൽ നാളെ നടക്കേണ്ട കോമ്പറ്റീഷൻ റിഹേഴ്സലാ. കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേറ്റ് ലെവലിൽ പോവാം. നമ്മുടെ പിള്ളേരെ 10 അറിയട്ടെ. പെമ്മക്കളുടെ സൗന്ദര്യം കൊണ്ട് പ്രശസ്തി കിട്ടാനാണെങ്കിൽ ഇതിനേക്കാളും നല്ല വഴികൾ വേറെ ഉണ്ട്. വേണമെങ്കിൽ അതും കൂടി ഒന്ന് പരീക്ഷിക്കേ. കുട്ടികൾ ചിരിച്ചും കളിച്ചും സന്തോഷിക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ലേ നിങ്ങൾക്ക്? കഷ്ടം. മുണ്ടും നേരിടും കൊടുത്ത് കുട്ടികൾക്ക് മുത്തശ്ശി കഥകൾ പറഞ്ഞു കൊടുക്കേണ്ട പ്രായത്തില് ആടയാഭരണങ്ങളുടെ മാച്ചിങ്ങിലിട്ട് പട്ടിൽ പൊതിഞ്ഞ് ഉള്ള കരി മുഴുവൻ തലയിൽ വാരിപ്പിച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് വേണം ഈ ഫാഷൻ മത്സരത്തിൽ 1ാം സമ്മാനം തരാൻ. എടുത്ത് കൊടുക്കണം മിസ്റ്റർ. ഇല്ല, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. 4 പേരുടെ മുമ്പിൽ എനിക്ക് തലയുയർത്തി നടക്കാൻ പറ്റുമോ? 4 പേരുടെ മുമ്പിൽ വെച്ചാൽ നിന്റെ അമ്മയൊന്ന് നാണം കെട്ടപ്പോ നിനക്ക് വേദനിച്ചു അല്ലേ? സ്വന്തം ഭർത്താവിനെ മക്കളെയും അത്രയും പേരുടെ മുമ്പിൽ തൊലിവിരിച്ചപ്പോ നിനക്കൊന്നും തോന്നിയില്ല? തള്ളയുടെ വാക്ക് കേട്ട് വാലാട്ടി ഇറങ്ങി വന്ന നിന്റെ കരണ തെരഞ്ഞടിക്കേണ്ടത്. പക്ഷെ ഞാനത് ചെയ്യാതിരുന്നത് നേരത്തെ അകത്തു പറഞ്ഞ ആ തെരുവുനാട സംസ്കാരം എനിക്കില്ലാത്തോണ്ട. എന്നിട്ടിപ്പം അവരുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയണം. അതിന് സേതുമാധവൻ ഒന്നുകൂടെ ജനിക്കണം. എന്നാ പിന്നെ ഒന്നുകൂടി ജനിച്ചിട്ടാവാം ഇനി അച്ചി വീട്ടിലെ പൊറുതി മിസ്റ്റർ സേതുമാധവൻ. ഓ, ഇത് അച്ചുവീടാണല്ലേ മിസ്റ്റർ കുട്ടികൃഷ്ണ മാമ? യെസ്, ഞാനത് അറിഞ്ഞില്ല. ആ കണ്ണിൽ കാണാത്തതാണ് എന്റെ തെറ്റ്. എന്നാ കേട്ടു, എനിക്കും അച്ചു വീട്ടിലെ പൊറുതി മതിയായി. ഇറങ്ങുക ഇപ്പൊ ഇവിടുന്ന്. വരുന്ന വസുദ്ധര എന്റെ കൂടെ മക്കളെയും കൂട്ടി. നിന്റെ അമ്മ പറഞ്ഞാണ് ശരി. അമ്മ വേണോ ഭർത്താവ് വേണോ ഇപ്പൊ നീ തീരുമാനിക്കണം. പറയാൻ എന്താ നിന്റെ തീരുമാനം? എന്റെ അമ്മയെ വേദനിപ്പിച്ചിട്ട് ഒന്നിനും ഞാനില്ല. ശരി, എന്നാൽ ഇങ്ങോട്ടൊരു വരവ് ഇനി സേതുമാധവൻ ഉണ്ടാവില്ല. പെൺമക്കൾ വളരേണ്ടത് അച്ഛന്റെ പരിധിയിലല്ല, അമ്മയുടെ ചൊൽപ്പടിക്കാം. പുലിക്ക് പിറന്നത് പൂച്ചയാവില്ല. ആവരുത്. 18 വർഷം നീണ്ടു നിന്ന ദാമ്പത്യ ബന്ധം വേർപെടുത്താൻ തക്കതായ കാരണങ്ങളൊന്നും ശ്രീമതി വസുന്ധരാദേവിയുടെയും ശ്രീ സേതുമാധവന്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും പരസ്പരം വിശ്വാസം ആർജിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു വീണ്ടും വിചാരത്തിന് കോടതി 6 മാസത്തെ സമയം അനുവദിച്ചിരിക്കുന്നു. വീണ്ടും വിചാരത്തിന് സമയം കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ചതിന് അവനിട്ടൊന്ന് താങ്ങിയതല്ലേ ജഡ്ജി? 18 വർഷം കൊണ്ട് ഇല്ലാത്ത വീണ്ടും വിചാരം 6 മാസം കൊണ്ട് ഉണ്ടാവാൻ പോന്നെ. അതിന്റെ അർത്ഥം 6 മാസം കഴിഞ്ഞും വിജയം നമുക്ക് സുനിശ്ചിതം. അതെ, ഹരിച്ചും കിഴിച്ചും ഗുണിച്ചുമൊക്കെ നല്ലപോലെ കണക്കൂട്ടിക്കും. ആരാ ജയിക്കാൻ പോണെന്ന് നമുക്ക് നോക്കാം. അമ്മാവാന്ന് ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന ഈ നാക്കൊണ്ടാണ് വിളിക്കാൻ പോകുന്നത്. ഈടോ കൊഴുത്തുരുമ്പം താൻ എന്തോ അവിടെ വിളിച്ചു പോയത്? എനിക്ക് ഭ്രാന്താണെന്നോ? എനിക്ക് വട്ടാണോ? എങ്കിൽ എന്റെ വട്ട് താനെ കാണാൻ പോകുന്നേ ഉള്ളൂ. സേതുമാധവനെ മൂക്കയറിട്ട് തിളയ്ക്കാൻ ഇവിടെ ഒരുത്തനും കഴിയില്ലടോ. ഇതാര് പുറംതിരിഞ്ഞിരിക്കുന്നത്? പിന്നെ എന്റെ ജാതകത്തിലുണ്ട് കേട്ടാ, ജീവിച്ചിരിക്കുമെങ്കിൽ അത് ഭാര്യയോടൊപ്പം ആയിരിക്കുമെന്ന്. ഭർത്താവ് കൺവെട്ടത്തുണ്ടെങ്കിലും ഒരുമിച്ച് കഴിയാനുള്ള യോഗം എന്റെ ഭാര്യയുടെ ജാതകത്തിൽ ഇല്ലെന്ന് തോന്നുന്നു. മിസ്സസ് വസുന്ധരാദേവി രാവിലെ കുളിച്ച് ചന്ദനക്കുറിയിട്ട് എന്റെ കാലിൽ വീണ് തൊട്ടു തൊഴണമെന്നൊക്കെ പറയത്തക്കോണം ഞാനൊരു മൂരാച്ചി ഭർത്താവൊന്നുമല്ല. പക്ഷേ ഏതൊരു ഭാര്യയായാലും സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കണം, ഒരു പരിധിവരെ അനുസരിക്കുകയും വേണം. നീ എന്ന് ഇവരുടെ കൂടോത്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, അന്നേ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കളികളൊക്കെ ഭംഗിയായി കളിച്ചല്ലോ. ഇനി സേതുമാധവന്റെ കളി കാണാം. പറശ്ശിനിക്കടവ് മുത്തപ്പനാണ് സത്യം. ഭർത്താവാടാ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മേലെ വാര്യത്തെ അടുക്കളയ്ക്ക് ഇഡ്ഡലി കാണാനുള്ള ഭാഗ്യമുണ്ടായി.
അതെന്താ ഇവിടെ ആരും ഇട്ടല് കഴിക്കാറില്ലേ? അതൊരു വലിയ കഥയാണ് അമ്മ, ചുരുക്കി പറയാം. എടാ ഭാസ്കര, സാമ്പാർ വിളമ്പടാ. വിളമ്പി. ആ, മേലെ വാര്യത്തെ കുടുംബ ചരിത്രത്തിൽ ഇഡ്ഡലിയുടെ സ്ഥാനം ചില്ലറയല്ല. കുഞ്ഞുകുട്ടി വാരസ്യാരുടെ ഇഡ്ഡലി തിന്നണമെന്ന് ഇവിടെ ഒരാൾക്ക് പൂതിയുണ്ടായി. ഇപ്പൊ അവന്റെ ഇഡ്ഡലി തിന്നാൻ വാരസ്യാർക്ക് യോഗമുണ്ടായി. ഇച്ഛിക്കുന്നതൊന്ന്, കൽപ്പിക്കുന്ന വേറൊന്ന്. എടാ നമ്മളെ ചമ്മതി വിളമ്പടാ. വിളമ്പിയേ. അതാ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ. എവന്റെ മുഖത്തേക്കല്ല, എന്റെ ഇച്ഛയുടെ മുഖത്തേക്ക്. കുരുക്ഷേത്ര യുദ്ധം ജയിച്ച അർജുനന്റെ മുഖത്ത് പോലും ഇത്രയും തെളിച്ചം കണ്ടിട്ടില്ല. ജയിച്ചത് ഇച്ഛയാണെങ്കിൽ തെളിച്ചത് ഞാനാ. നിർത്തി പൊരിച്ചില്ലേ ഞാൻ? പൊരിച്ചത് എന്തുണ്ട്? ഉഴുന്നുവടയുണ്ട്. ശകുന്തളെ വളവടം പഠിച്ച് വടവളംപടി. എന്നാ കേട്ടോ, ചിത്രമംഗലം കൊട്ടാരത്തിലെ ചിത്രവർമ്മ തമ്പുരാന്റെ ബന്ധം വരെ വേർപെടുത്തിയവനായി ഞാൻ. എന്നോടാ കളി ഉരുക്കിക്കളഞ്ഞില്ലേ? സേതുമാധവൻ വക്കീലിന്റെ ഭ്രാന്തിന്റെ കഥ കോടതി വരാതിൽ പാട്ടായില്ലേ ഇപ്പോ? ഇനി പിടിച്ചാ കിട്ടുവോ? ഭാസ്കര, ഇലയെടുക്കടാ. ഇനി നമുക്ക് കാണാം. അതോടെ അധ്യായം ക്ലോസ്. ഭക്ഷണമൊക്കെ തൃപ്തിയായിരുന്നോ? അയ്യോ, എന്താ ഇതൊക്കെ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി സൽക്കരിച്ച് പപ്പ ഒഴിഞ്ഞു പോയത് ആഘോഷിക്കുക എല്ലാരും കൂടി. എന്താ ഇവിടെ ഇരുന്നറിഞ്ഞത്? അമ്മയ്ക്ക് പോയി കൂടായിരുന്നില്ല അവിടെ? പപ്പ കാട്ടിക്കൂട്ടിയൊന്നും പറഞ്ഞ് എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ അമ്മയ്ക്ക് വിളിച്ച് പറയായിരുന്നല്ലോ. ഞങ്ങളുടെ പപ്പ ജീവിച്ചിരിപ്പുണ്ട്, അത് മറക്കണ്ട. പപ്പയ്ക്ക് ഭ്രാന്താണെന്ന് ചിത്രീകരിക്കുക വാര്യം അമ്മൻ അവിടെ. അമ്മ ഇതൊന്നും കാണുന്നില്ലേ? അതോ കണ്ടിട്ടില്ലെന്ന് നടിക്കുകയാണോ? അമ്മ ഞങ്ങളെ ഓർക്കണ്ടായിരുന്നു, നാട്ടുകാരെങ്കിലും ഓർക്കണമായിരുന്നു. ആരുടെയും ഭാഗത്ത് നിൽക്കുകയല്ല ഞങ്ങള്. അമ്മയ്ക്ക് വേണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങക്ക് വേണം പപ്പയെ. അല്ലെങ്കിൽ അത് ഞങ്ങളുടെ പപ്പയല്ലെന്ന് അമ്മയുടെ നാവ് കൊണ്ട് പറയണം. പറയാൻ പറ്റുമോ അമ്മയ്ക്ക്? എന്താ ഇവിടെ? കുറച്ചു നേരം മനസ്സമാധാനത്തോടെ അവൾ ഇവിടെ ഇരിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല അല്ലേ? പോവർത്തെല്ലാരും പോകാൻ. എല്ലാം ഞാൻ കേട്ടു മോളെ. അവര് കുഞ്ഞുങ്ങളാ, അത്രയ്ക്കുള്ള വിവരമേ കാണൂ. എല്ലാം അനുഭവിച്ചത് നീയാ. മോളൊന്ന് ഓർത്തു നോക്കൂ. ഒരു ഭാരം തലേന്ന് ഇറക്കി വെച്ച സമാധാനം ഇല്ലേ ഇപ്പൊ? അമ്മയ്ക്കത് കാണാം. എന്നാലും അമ്മേ, കുട്ടികൾ പറയുന്നത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് എന്തറിയാം? ജീവിതം കണ്ടവരാ നമ്മൾ. 1.5 കൊല്ലമേ ഒപ്പം ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും ഞാൻ അറിയാത്തതൊന്നും നിന്റെ അച്ഛന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്റെ മോക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. 4 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു എന്നല്ലാതെ ഒരു ഭാര്യയുടെ സ്ഥാനം നിനക്ക് നൽകിയിട്ടുണ്ടോ അയാള്? ഇല്ല. വളരെ ബോധപൂർവം അവൻ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തു. അവരെ നിനക്ക് നഷ്ടപ്പെടുമെന്നാ ഇപ്പൊ എന്റെ പേടി. അല്ലെങ്കിൽ പിന്നെ അമ്മയെ തള്ളി പറഞ്ഞ് അച്ഛന്റെ ഭാഗം നിൽക്കൂ അവര്. നോക്ക്, അച്ഛൻ കൊള്ളാവുന്ന ഒരിക്കലും പെമ്മക്കള് പറയരുത്. അമ്മ കൊള്ളാവുന്നേ പറയാവൂ. അങ്ങനെ പറയിക്കാവൂ. ഒന്നിങ്ങോട്ട് വന്നേ. അതാ വരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജോസഫേട്ടാ, വരൂ. എന്താ ഒരു മുന്നറിയിപ്പും കൂടാതെ പെട്ടെന്ന്? ഇരിക്കൂ. ഏത് ബാധ വന്നാലും കോഴിക്ക് കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കാര്യം. 1 മാസത്തെ അവധിയും കഴിഞ്ഞ് സിംഗപ്പൂരിലേക്ക് തിരിച്ചു ചെന്ന് ഒന്ന് സെറ്റിലായി വന്നതാ. അപ്പോഴാ ത്രേസ്യാമ്മ കൊച്ചു പറയതിന്റെ വിളി. അമ്മച്ചിയുടെ? എന്റെ അമ്മച്ചിയുടെ. കട്ടിലിന്ന് വീണ് കാലം ഒന്ന് പൊട്ടിയതേ ഉള്ളൂ. ചത്തുപോകും മുമ്പ് മോനെ കാണണമെന്നും പറഞ്ഞു വിളിയോട് വിളി. വരാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഒരേ ഒരു മോനായി പോയില്ലേ. ഒന്ന് തല കാണിച്ചു. ദാ ഇന്ന് തന്നെ മടങ്ങുക. പിന്നെ എന്തൊക്കെയാണ് ജോസഫേട്ട സിംഗപ്പൂരിലെ വിശേഷങ്ങൾ? ഇവിടെ വന്ന് പറയാൻ ഏതായാലും നല്ല വിശേഷങ്ങൾ ഉണ്ടാവില്ല എന്നറിയാലോ. ആകെ വഷളായിക്കൊണ്ടിരിക്കുക സേതു അവിടുത്തെ കാര്യങ്ങൾ. തൻ്റെ അച്ഛൻ്റെ കാര്യം തന്നെയാ. അയാൾ ഇനി നേരെയാവും തോന്നുന്നില്ല. സൃഷ്ടികർത്താവിന് എവിടെയോ ഒരു പിഴ പറ്റി കാണും. അല്ലെങ്കിൽ ഇങ്ങനൊരു അപ്പന്റെ മകനായി പിറക്കേണ്ട ഗതികേട് സേതുവിന് വരുമായിരുന്നു. എന്തൊക്കെ ആഭാസത്തരങ്ങളാ അയാളവിടെ കാണിച്ചു കൂട്ടുന്നത്. താനെ ഒന്നും കേട്ട് വിഷമിക്കൊന്നും വേണ്ട. ജോസഫേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആ അപ്പന്റെ മകനാണ് ഞാനെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നില്ല എനിക്ക് വിഷമമുള്ളൂ. അറിയാം. എന്നാലും ഇവിടെ വരുമ്പോ സേതുവിനോട് ഒന്നും പറയാതെ പോകാൻ തോന്നുന്നില്ല. കേൾക്കണോ? ഏറ്റവും ഒടുവിൽ ഒരു ചൈനക്കാരി പെങ്കൊച്ചിന്റെ ഇഷ്യൂ. 10-18 വയസ്സേ കാണൂ.
ഏതോ ബന്ധുക്കളെ കാണാമെന്ന് ഫ്ലാറ്റ് മാറി കയറിപ്പോയതാ. അത് പക്ഷെ കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി പോകുന്നാ തോന്നുന്നത്. കുറെ പണം കയ്യിൽ കൂടുതൽ ഉണ്ടായിപ്പോയി എന്ന് വെച്ച് എപ്പോഴും രക്ഷപ്പെടാൻ നോക്കുവോ? പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അയാൾക്ക് സ്കൂളിൽ പോകുന്നവരെന്നോ തലനരച്ചവരെന്നോ ഒരു വ്യത്യാസമില്ല. അത്രയ്ക്ക് ചീപ്പാ. പിന്നെ വേറൊരു സ്ത്രീയുടെ കാര്യത്തില് പ്ലീസ്. ഓക്കെ ഓക്കെ, ഐ ആം സോറി. ഈ കാര്യം പറയാൻ ജോസ്പേട്ട ഇനി ഇങ്ങോട്ടില്ല.